നീ സ്നേഹിച്ചത് എന്നെയാണോ? നീ അന്ന് ഒളിച്ചോടാൻ നോക്കിയത് എന്നോടൊപ്പമാണോ ഒന്ന്? ഇനി പേടിച്ച് നിൽക്കാതെ വാ തുറന്ന് പറയടി, ഞാനാണോ നിന്നെ കിട്ടേണ്ടത്? അവള് സ്നേഹിച്ചത് എന്നെയാ. എന്റെ അടുത്തേക്കാ അവളൊന്ന് ഒളിച്ചോടി വന്നത്. അപ്പൊ അതാണ് സത്യം. പക്ഷെ മോനല്ലേ അതേന്ന്, പാവം ചെക്കനാ. ഇത് വളരെ കഷ്ടമാണ്. ശരിയാ. ഇപ്പോഴെങ്കിലും നിനക്ക് നട്ടലുണ്ടായാലും തുറന്നു പറയാൻ. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കുട്ടിയോട് ചോദിച്ചു നോക്കാം. നേരാണോ കുട്ടി? അതെ, എനിക്ക് മണിക്കുട്ടിനാണ് ഇഷ്ടം. സത്യം തുറന്നു പറഞ്ഞാൽ ഇവന്റെ തല കാണില്ലെന്നുള്ള പേടി കൊണ്ടാ ഇത്രയും കാലം ഇത് മറച്ചു വെച്ചത്. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാ. ഞാൻ ഈ കുട്ടിയെ കെട്ടണോ അതോ പരസ്പരം സ്നേഹിക്കുന്ന ഇവർ തമ്മിൽ ചേരണം? ഉത്തരം ഞാൻ പറയാടാ, നീ തന്നെ കെട്ടിയാ മതി. അച്ചു, താലി ഇവിടെ. മുതലാളി, ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ കെട്ടു നടക്കേണ്ടത് മണിക്കുട്ടനും സരസ്വം തമ്മിലല്ലേ? അച്ഛനെ തുടർന്ന് ഞങ്ങൾ തൊഴിലാളികൾ ഒറ്റ കെട്ടാ. മണിക്കുട്ട ധൈര്യമായിട്ട് പോയി താലി കെട്ടടാ. തന്റെ മോൾ ഒരുത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മുഹൂർത്തത്തിന് മുമ്പ് പച്ചയായി തെളിഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം തന്നെയാണ് നടക്കേണ്ടത്. മണിക്കുട്ട ചെല്ലടാ. നാദസ്വരം. ഈ താലി അവന്റെ കൊടുത്തിട്ട് കെട്ടാൻ പറ. നീ ഒന്ന് മോളിങ്ങോട്ട് കെട്ടടാ. ആ മാല കെട്ടാ. അതും കണ്ടില്ലേ? ആദ്യം നിങ്ങൾ പോകണ്ട, അവൻ ആളെ മനസ്സിലാവും. നീ ചെല്ല്, ഞാൻ വണ്ടിയിലിരിക്കാം. സാരെങ്ങോട്ടാ? ബാംഗ്ലൂർക്ക്. ഒറ്റയ്ക്ക്? ഇല്ല, ഫാമിലി ഉണ്ട്, ഇപ്പൊ വരും. എന്താ പ്രശ്നം? നിങ്ങളാരാ? ഇപ്പൊ മനസ്സിലായോ? കന്യാകുമാരിയിലേക്ക് പോകുന്ന 6526 നമ്പർ ട്രെയിൻ അല്പസമയത്തിനുള്ളിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതാണ്. ട്രെയിൻ നമ്പർ 6526 ബാംഗ്ലൂർ ബൗണ്ട് കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് ലീവ് ഫ്രം പ്ലാറ്റ്ഫോം നമ്പർ 1 ഷോർട്ട്ലി.
വന്നില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാൽ മതി. എങ്കിൽ അടുത്ത ട്രെയിനിൽ ഞാൻ തലവെക്കും. വന്നില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാൽ മതി. എങ്കിൽ അടുത്ത ട്രെയിനിൽ ഞാൻ തലവെക്കും. എനിക്ക് ഫോൺ ചെയ്യാനുള്ള അനിയൻകുട്ടി പറ, അത് നീയല്ലേ? നിനക്ക് എന്നെ അറിയാലോ, എന്നിട്ട് എന്നെ എന്തിനാ കളിപ്പിച്ചത്? നീയാണ് അനിയൻകുട്ടി ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ? അനിയൻകുട്ടി ഞാനാണ്. നിന്നെ സ്നേഹിച്ചിരുന്നു ഒരുപാട് ഒരുപാട്. പക്ഷെ നീ സ്നേഹിച്ച അനിയൻകുട്ടി ഞാനല്ല. അവനാ നിന്റെ അനിയൻകുട്ടി. സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ നിങ്ങളുടെ മുന്നിൽ എന്റെ സ്നേഹത്തിന് ഒരു വിലയില്ല. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിങ്ങളെ ദൈവമാണ് കൂട്ടിമുട്ടിച്ച്. നിങ്ങൾ പരസ്പരം കാണാതിരുന്നതും അറിയാതിരുന്നതും ഞാൻ കാരണം. എന്റെ സ്വാർത്ഥത കൊണ്ടാ നിങ്ങൾ തമ്മിലുള്ള വിവാഹമാണെന്ന് നടക്കാനിരുന്നത്. എന്റെ ഈശ്വര, എന്തായി കാണുന്നത്? ഇത് വിധിയാ വരേട്ടാ. ഒളിച്ചോടിയെ കല്യാണം കഴിക്കുന്നവന്റെ ജാതകത്തിലുണ്ടായിരുന്നു. കെട്ടാൻ പോണ പെണ്ണിനെ കൊണ്ട് തന്നെ വിളിച്ചോടണോ? അതെ, അത് തന്നെയാ എനിക്കും അതിശയം. അനിയൻകുട്ടി, പൊറുക്കണം, എല്ലാം പൊറുക്കണം. ഞാൻ പോവാ ബാംഗ്ലൂർക്ക്. കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വരണം.